ഹരി ഓം. 20-ാമത്തെ സ്തുതി പ്രചേതസ്സുകളുടെ സ്തുതി. ഇത് ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ്. ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹപാത്രമായിരുന്ന പ്രചേതസ്സുകൾ പിതാവിൻ്റെ ആജ്ഞാനുവർത്തികളായി രുദ്രഗീതം എന്ന മന്ത്രം ജപിച്ച് 10,000 കൊല്ലം തീർത്ഥത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യൂ ഭഗവാനെ സന്തോഷിപ്പിച്ചു. 10,000 സംവത്സരം കഴിഞ്ഞപ്പോൾ സനാതനായ പുരുഷൻ അവരുടെ തപക്ലേശം തൻ്റെ ദിവ്യകാന്തി കൊണ്ട് ശമിപ്പിച്ച് ശാന്തമായ സ്വരൂപത്തോടെ ആവിർഭവിച്ചു. മേരുവിൻ്റെ കൊടുമുടിയെ മേഘമെന്ന പോലെ ഗരുഡൻ്റെ കഴുത്തിൽ കയറി മഞ്ഞപ്പട്ടുടുത്ത് കൗസ്തുഭം കഴുത്തിൽ ധരിച്ച് ദിക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്നതും സ്വർണമയവുമായ കുണ്ടലാദികളാൽ തിളങ്ങുന്ന കവിൾത്തടത്തോടും മുഖത്തോടു കൂടിയവനും മിന്നുന്ന കിരീടം ധരിച്ചവനും ആയുധങ്ങളാലും പാർഷദന്മാരാലും മുനിമാരാലും ദേവന്മാരാലും സേവിക്കപ്പെട്ടുകൊണ്ടും ഗരുഡൻ്റെ ചിറകുകളുടെ ശബ്ദമാകുന്ന ഗാനത്താൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും തടിച്ചു നീണ്ട കൈകളുടെ മധ്യത്തിൽ വർത്തിക്കുന്ന ലക്ഷ്മിയോട് സ്പർദ്ധിക്കുന്ന വനമാലയാൽ ചുറ്റപ്പെട്ടും ഭഗവാൻ കരുണാകടാക്ഷത്തോടെ തന്നെ ശരണം പ്രാപിച്ച പ്രചേതസ്സുകളോട് മേഘഗംഭീരവാക്കിൽ പറഞ്ഞു: ഹേ രാജപുത്രന്മാരെ, നിങ്ങൾക്ക് മംഗളം. എന്നിൽ നിന്ന് വരം വാങ്ങുക. സൗഹാർദ്ദത്താൽ ഒരേ ധർമ്മത്തോടു കൂടിയ പ്രചേതസ്സുകളെ, നിങ്ങളുടെ സൗഹാർദ്ദം കൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിത്യവും സന്ധ്യക്ക് നിങ്ങളെ സ്മരിക്കുന്നവനെ സഹോദരന്മാരിലും സർവപ്രാണികളിലും ആത്മഭാവവും സൗഹാർദ്ദവും ഉണ്ടാകും. ഏകാഗ്രചിത്തനായി എന്നെ രുദ്രഗീതം കൊണ്ട് സന്ധ്യക്കും പ്രഭാതത്തിലും സ്തുതിക്കുന്നവർക്ക് ഞാൻ സർവാഭീഷ്ടങ്ങളും പരിശുദ്ധജ്ഞാനവും നൽകും. നിങ്ങൾ പിതാവിൻ്റെ കൽപ്പനയെ സസന്തോഷം സ്വീകരിച്ചതിനാൽ നിങ്ങളുടെ ശോഭന കീർത്തി ലോകത്തിലെങ്ങും വ്യാപിക്കും. ഗുണം കൊണ്ട് ബ്രഹ്മാവിൽ നിന്നൊട്ടും കുറവല്ലാത്തവനും പ്രസിദ്ധനുമായ പുത്രൻ നിങ്ങൾക്കുണ്ടാകും. അവൻ തൻ്റെ സന്താന പരമ്പരയാൽ 3 ലോകവും നിറക്കും. ഒരേ ധർമ്മവും ശീലവുമുള്ള നിങ്ങൾക്കെല്ലാവർക്കും അതേവിധം ധർമ്മവും ശീലവുമുള്ളവളും നിങ്ങളിൽ ഹൃദയമർപ്പിച്ചവളും സുന്ദരിയുമായ വൃക്ഷപുത്രി നിങ്ങളുടെ പത്നിയായിത്തീരട്ടെ. ആരാലും തടുക്കപ്പെടാൻ കഴിയാത്ത ശക്തിയോടുകൂടി നിങ്ങൾ എൻ്റെ അനുഗ്രഹത്താൽ ഇഹത്തിലും പരത്തിലുമുള്ള അനേകം ഭോഗങ്ങൾ അനുഭവിക്കുക. ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഭാഗവത ധർമ്മങ്ങളോട് കൂടിയവരും എൻ്റെ ദിവ്യലീലകൾ തന്നെ പാടി ദിവസങ്ങൾ നയിക്കുന്നവരുമായ പുണ്യാത്മാക്കൾക്ക് ഗ്രഹാദികൾ ഒരു വിധത്തിലും ബന്ധത്തിന് കാരണമാകുകയില്ല. പിന്നെ എന്നിലുള്ള ഏകാന്ത ഭക്തിയാൽ കാമാദിവാസനകളില്ലാതായിത്തീർന്ന് നരകതുല്യമായ ഭോഗജാലത്തിൽ നിന്ന് വൈരാഗ്യം പ്രാപിച്ച് എൻ്റെ സ്ഥാനത്തെ തന്നെ പ്രാപിക്കും. ഇങ്ങനെ പറയുന്നവനും പരമപുരുഷാർത്ഥം നൽകുന്നവനും പരമസുഹൃത്തുമായ ഭഗവാനെ പ്രചേതസ്സുകൾ പരിശുദ്ധരായി സ്തുതിച്ചു. ഇനി സ്തുതി കേൾക്കാം. നമോ നമഃ ക്ലേശവിനാശനായ നിരൂപിതോദാരഗുണാഹ്വയായ മനോവചോ വേഗപുരോജവായ സർവാക്ഷമാർഗൈരഗതാധ്വനേ നമഃ. ശുദ്ധായ ശാന്തായ നമസ്വനിഷ്ഠയ മനസ്യ പാർത്ഥം വിലസദ്വയായ നമോ ജഗസ്ഥാനലയോദയേഷു ഗൃഹീതമായ ഗുണവിഗ്രഹായ നമോ വിശുദ്ധസത്വായ ഹരയേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം നമഃ കമലനാഭായ നമഃ കമലമാലിനേ നമഃ കമലപാദായ നമസ്തേ കമലേക്ഷണ നമഃ കമലകിഞ്ചൽക പിശങ്കാമലവാസസേ സർവഭൂതനിവാസായ നമോ യുക്ഷ്മഹി സാക്ഷിണേ
രൂപം ഭഗവതാ ത്വേതദശേഷക്ലേശസംക്ഷയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം ഏതാവത്വം ഹി വിഭുഭി ഭാവ്യം ദീനേഷു വത്സലേ യദനുസ്മര്യതേ കാലേ സുബുദ്ധ്യാ ഭദ്രരന്ധന യേനോപശാന്തിർഭൂതാനാം ക്ഷുല്ലകാനാമപീഹതാം അന്തർഹിതോന്തർഹൃദയേ കസ്മാന്നോ വേദനാശിഷ അസാവേവ വരോസ്മാകം ഈപ്സിതോ ജഗതപദേ പ്രസന്നോ ഭഗവാൻ യേഷാം അപവർഗഗുരുർഗതിഃ വരം വൃണീമഹേധാപി നാഥ ത്വത്പരതപരാത് നഹ്യന്തസ്ത്വദ്വിഭൂതീനാം സോനന്ദ ഇതി ഗീയസേ പാരിജാതേഞ്ജസാ ലബ്ധേ സാരംഗോന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാത് കിം കിം വൃണീമഹി യാവത്തേ മായയാ സ്പൃഷ്ട ഭ്രമമായിഹ കർമ്മഭിഃ താവത് ഭവത്പ്രസംഗാനാം സംഗസ്യാന്നോ ഭവേ ഭവേ തുലയാമലവേനാപി ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗി സംഗസ്യ മർത്യാനാം കിമുതാശിഷഃ യത്രേഡ്യന്തേ കഥാമൃഷ്ടാസ്തൃഷ്ണായ പ്രശമോ യതഃ നിർവൈരം യത്ര ഭൂതേഷു നോദ്വേഗോ യത്ര കശ്ചന യത്ര നാരായണഃ സാക്ഷാത് ഭഗവാന്യാസിനാം ഗതിഃ സംസ്തൂയതേ സത്കഥാസു മുക്തസംഘൈ പുനഃ പുനഃ തേഷാം വിചരതാം പദ്ഭ്യാം തീർത്ഥാനാം പാവനേച്ഛയാ ഭീതസ്യ കിം നിരോചേത താവകാനാം സമാഗമഃ വയം തു സാക്ഷാത് ഭഗവൻ ഭവസ്യ പ്രിയസ്യ സഖ്യുക്ഷണസംഗമേന സുദുശ്ചികിത്സ്യസ്യ ഭവസ്യ മൃത്യോർഭിഷക്തമം ത്വാദ്യ ഗതിം ഗതാ സ്മഃ യന്നസ്സുധീതം ഗുരവ പ്രസാദിത വിപ്രാശ്ച വൃദ്ധാശ്ച സദാനുവൃത്യ ആര്യാനദാ സുഹൃദോ ഭ്രാതരശ്ച സർവാണി ഭൂതാന്യനസൂയയൈവ യന്നസ്സു തപ്തം തപയേതദീശ നിരന്ധസാങ്കാലമദഭ്രമപ്സു സർവം തദേതത് പുരുഷസ്യ ഭൂമ്നോ വൃണീമഹേ തേ പരിതോഷണായ മനുസ്വയംഭൂർഭഗവാൻ ഭവശ്ച യേന്യേ തപോജ്ഞാനവിശുദ്ധസത്വാഃ അദൃഷ്ടപാര അപി യന്മഹിന്മഃ സ്തുവന്ത്യഥോ ത്വാത്മസമം ഗൃണീമഃ നമഃ സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. മനസ്സിൻ്റെയും വാക്കിൻ്റെയും വേഗത്തേക്കാൾ അധികം വേഗമുള്ളവനും അതുകൊണ്ടു തന്നെ ഒരിന്ദ്രിയത്തിനും ഗ്രഹിക്കാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനുമായ അങ്ങേക്ക് നമസ്കാരം. സ്വനിഷ്ഠയാൽ അതിപരിശുദ്ധനും അതുകൊണ്ട് തന്നെ ശാന്തനും മനസ്സ് എന്ന ഉപാധി ഉള്ളപ്പോൾ വ്യർത്ഥമായി തോന്നപ്പെടുന്ന ദ്വൈതപ്രപഞ്ചത്തിന് ഏക അവലംബവും ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാൽ യോഗമായ ഗുണങ്ങൾ കൊണ്ട് വിഷ്ണു മഹേശ്വര ബ്രഹ്മാദിഭാവം വഹിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. വിശുദ്ധ സത്വഗുണത്തെ അംഗീകരിച്ചും ഭക്തന്മാരുടെ സങ്കടങ്ങളെ സംഹരിച്ചും സർവാശ്രയനും ഭക്തപരിപാലകനും കൃഷ്ണനും വാസുദേവനുമായ അങ്ങേക്ക് നമസ്കാരം. നാഭിയിൽ താമരപ്പൂവിനെ ധരിച്ചിരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. താമരദളം കൊണ്ട് കെട്ടിയ മാലയെ ധരിച്ചിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. താമരദളം പോലെ മൃദുവായ പാദതലത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. ഹേ കമലാക്ഷ, അങ്ങേക്ക് നമസ്കാരം. താമരപ്പൂവിനുള്ളിലുള്ള കേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടുവസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം.
സർവജീവജാലങ്ങളുടെയും നിവാസസ്ഥാനമായും സർവത്തിൻ്റെയും സാക്ഷിയായും ഇരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. ഇതുതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം. എന്തുകൊണ്ടെന്നാൽ സംസാരമാർഗങ്ങളെ അതിക്രമിച്ച് മോക്ഷം പ്രാപിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിക്കുന്ന പരമഗുരുവും പരമപുരുഷാർത്ഥസ്വരൂപനും അങ്ങാണല്ലോ. അങ്ങയുടെ പാദമൂലത്തെ പ്രത്യക്ഷമായി പ്രാപിച്ചതിൽ പിന്നെ അന്യമായ എന്തു വരത്തെയാണ് വരിക്കേണ്ടത്? അങ്ങയുടെ മായാബാധ കാരണം കർമ്മങ്ങൾക്കധീനരായിട്ട് ഞങ്ങൾ എത്ര കാലം ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയുന്നവരായി ഭവിക്കുന്നുവോ അത്ര കാലവും ആ ജന്മങ്ങളിലെല്ലാം അങ്ങയിൽ ഭക്തന്മാരായവരുടെ സംസർഗം ഞങ്ങൾക്ക് ലഭിക്കണം. ഭക്തജന സമാജത്തിൽ സകല വിഷയ ആശകളെയും വിട്ടിരിക്കുന്ന ഭക്തന്മാർ സൽക്കഥാപ്രസ്ഥാന സമയങ്ങളിൽ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിരിക്കുന്ന ധന്യന്മാരുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഭഗവാനെക്കുറിച്ച് പിന്നെയും പിന്നെയും കീർത്തിക്കും. ഇപ്രകാരമുള്ള ഭജനാനന്ദം മോക്ഷത്തെ പ്രാപിച്ചാൽ പിന്നെ കിട്ടുകയില്ല. അതിനാൽ മോക്ഷത്തെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭഗവൻ അങ്ങയുടെ പ്രിയനും സ്നേഹിതനുമായ പരമശിവനോടുള്ള അല്പസമയത്തെ ചേർച്ച നിമിത്തം എത്ര തന്നെ പ്രയത്നിച്ചാലും നിവർത്തിപ്പാൻ പ്രയാസമേറിയ ജനന മരണങ്ങളാകുന്ന മഹാരോഗങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കുന്ന ഉത്കൃഷ്ട വൈദ്യനായ അങ്ങയെ ശരണം പ്രാപിപ്പാൻ സാധിച്ചിരിക്കുന്നു. അഹോ സംഘമഹിമ! അല്ലയോ കാലസ്വരൂപനായ ഈശ്വര, ഞങ്ങൾ വേണ്ട പോലെ അധ്യയനം ചെയ്തതും നിരന്തര ശുശ്രൂഷയാൽ ഗുരുക്കന്മാരും വിപ്രന്മാരും വൃദ്ധന്മാരും പ്രസാദിക്കാൻ ഇടവന്നതും പൂജ്യന്മാർ വന്ദിക്കപ്പെട്ടതും സഹോദരന്മാരും സുഹൃത്തുക്കളും സർവപ്രാണികളും അസൂയയില്ലാത്ത സ്നേഹത്താൽ പ്രസാദിക്കപ്പെട്ടതും ഏറെ കാലം ജലാന്തർഭാഗത്തിൽ ആഹാരാദികളെ വെടിഞ്ഞ് കഠോര തപസ്സനുഷ്ഠിച്ചതും എല്ലാം സർവത്ര നിറഞ്ഞും സർവന്തര്യാമിയായും ഇരിക്കുന്ന നിന്തിരുവടിയുടെ പരിതോഷത്തിനായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തപസ്, ജ്ഞാനം എന്നിവയാൽ അന്ധക്കരണ പരിശുദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന മനു, ബ്രഹ്മാവ്, ജ്ഞാനമൂർത്തിയായ ശിവൻ മറ്റനേകം പേരും അങ്ങയുടെ മഹിമയെ സമ്പൂർണമായി അറിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ അറിവനുസരിച്ച് അവർ അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പരിമിതമായ ജ്ഞാനത്തെ അനുസരിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ശത്രുമിത്രം എന്ന ഭേദഭാവമില്ലാതെ സമനായും പരിശുദ്ധനായും സർവാന്തര്യാമിയായും സർവോത്തമനായും സർവാധാരനായും സത്വമൂർത്തിയായും സർവൈശ്വര്യപൂർണനായുമിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ശരണം പ്രാപിക്കുന്നവരിൽ വാത്സല്യമേറിയ ഹരി ഇങ്ങനെ പ്രചേതസ്സുകളാൽ സ്തുതിക്കപ്പെട്ടു. അങ്ങനെ തന്നെയാകട്ടെ എന്നവരെ അനുഗ്രഹിച്ച ശേഷം സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.